ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നോക്കും. നമ്മുടെ മസാല ചന ദാൽ എനിക്ക് ഇത് ഇഷ്ടമാണ് ഫ്രണ്ട്സ്. കുറച്ച് അങ്ങനെ നെയ്യ് ഇട്ട് ചോറ് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കിത് നല്ല ഇഷ്ടമാണ് ഫ്രണ്ട്സ്. എന്നാൽ നിങ്ങൾ കൂടി മസാല ചന ദാലിന്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ പോകുന്ന ഫ്രണ്ട്സ് നമ്മൾ കടല പരിപ്പ് ഉണ്ട് അതിക്ക് ഹിന്ദിയിലേക്ക് ചന ദാൽ പറയും. ഞാനിത് പിന്നെ മസാല നല്ല കുക്കായിട്ട് നല്ല മണംക്ക് വരുന്നുണ്ട്. ചന ദാൽ മസാല ഗ്രേവിക്ക് റെഡി ആയിട്ട് ഇതിലിപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ചന ദാൽ മസാല ചന ദാൽ നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് ഇതുപോലെ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കും. നെയ്യ് ഇടാം ഇതിൽ ചൂടിനെ നെയ്യ് ഇന്ത്യൻസ് കൂടുതൽ ഇഷ്ടമാണ് ഫ്രണ്ട്സ് മസാല ചന ദാൽ. സോ അതേ നമുക്ക് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പൂജ നിങ്ങളുടെ കൂടെ മസാല ചന ദാലിന്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ പോകുന്ന ഫ്രണ്ട്സ്. സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകയെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ. സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് മസാല ചന ദാൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രണ്ട്സ്. ഇത് ആക്ച്വലി നോർത്ത് ഇന്ത്യൻസ്ക്ക് കൂടുതൽ ഇഷ്ടമാണ് ഫ്രണ്ട്സ് മസാല ചന ദാൽ. സോ അതേ നമുക്ക് ഇന്നെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം അത് ഷെയർ ചെയ്യൂ. സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ. സോ ഇവിടെ ഞാൻ ചന ദാൽ ഉണ്ടേന നമ്മുടെ കടലപ്പരിപ്പ് ഉണ്ടേന അതിക്ക് ഹിന്ദിയിലേക്ക് ചന ദാൽ പറയും. സോ ഞാനിത് വെള്ളത്തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു 1 മണിക്കൂർ മുന്നേ. സോ ഇത് കുറച്ച് സോഫ്റ്റ് ആയിണ്ട്. പിന്നെ ഞാൻ വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം ഇത് വെള്ളം കല്ലിനിട്ട് പ്രഷർ കുക്കറിൽ വെക്കാം. സോ ഇതും വെള്ളം മാറ്റി വെക്കാം. ഒരു പ്രാവശ്യം വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇവിടെ ഞാൻ പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇത് ഇടാം. ഇത് അങ്ങനെ വെക്കുമ്പോ നമ്മുടെ കടലപ്പരിപ്പ് സോ അത് വേഗം കുക്കാവും ഫ്രണ്ട്സ്. സോ അത് വേണ്ടിയിട്ടാണ് നമ്മുടെ അങ്ങനെ ചെയ്യാന് കുറച്ച് സോക്ക് ചെയ്യാന്. സോ നമുക്ക് കൂടുതൽ വിസൽ അടിക്കാം അരക്കേണ്ടി വരില്ല. ചിലപ്പോൾ നിങ്ങളുടെ അതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിസൽ അടിച്ചിട്ട് വരും ഫ്രണ്ട്സ്. പക്ഷെ തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. മീൻസ് അങ്ങനെ സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ സോക്ക് ചെയ്യുമ്പോൾ കുറച്ച് അത് വേഗം കുക്കാവും. സോ ഇതിലിപ്പോ നമുക്ക് വെള്ളം ഇടാം. സോ ഇപ്പോ ഇത് കടലപ്പരിപ്പിലേക്ക് നമുക്ക് വെള്ളം ഇടണം. ജസ്റ്റ് അത് കുറച്ച് മുകളിലത്തേക്ക് നമുക്ക് വേണം. ഇത്രയും വെള്ളം മതി നമുക്ക്. അങ്ങനെ ചെയ്യാം. കുറച്ചുകൂടി വെള്ളം ഇടാം. മതി. നോക്കൂ, ഇത്തിരി 1 ഇഞ്ച് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. പിന്നെ നമുക്ക് ഇതിലിപ്പോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ കല്ലുപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ കല്ലുപ്പ് ഇടണം. മതിയാവും. ഇപ്പൊ ഇത് നമുക്ക് അടിച്ചു വെച്ചിട്ട് വിസൽ അടിക്കണം. ഇത് ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ട്. സോ 2 വിസിൽ മതിയാവും. അത് നിങ്ങളുടെ നോക്കണം ഫ്രണ്ട്സ്. ചിലപ്പോ അത് വേവിക്കില്ലെങ്കിൽ കുറച്ച് 1-2 വിസൽ കൂടുതൽ അടിക്കാം. സോ ഇപ്പൊ ഇത് കുക്കാവണം. സോ ഇപ്പൊ നമുക്ക് മസാല ചന ദാൽക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണം കുറച്ച് ഇഞ്ചി 1 ഇഞ്ച് എടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് വെളുത്തുള്ളി, 1 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ പകുതി സബോള എടുത്തിട്ടുണ്ട് ഞാൻ, കാരണം ഇത് വലിയ സബോള ഉണ്ട്. പിന്നെ 1 തക്കാളി, പിന്നെ കറിവേപ്പില. മല്ലിയില ഉണ്ടെങ്കിൽ അത് കൂടി എടുക്കാം. പക്ഷെ ഇന്ന ഇല്ല. സോ ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എടുക്കണം ഫ്രണ്ട്സ്. അതിന് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആവും. സോ ഇപ്പൊ ഇതെല്ലാം നന്നാക്കിയിട്ട് ഞാൻ എടുക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയിട്ട് എടുക്കാം. ചെറിയ വെളുത്തുള്ളി ഉണ്ട്, കുറച്ച് സമയം എടുക്കും. അത് വലിയ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് വേഗമാവും ഫ്രണ്ട്സ്. ചെറിയ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇത് കുറച്ച് നന്നാക്കിയിട്ട് എടുക്കാം ഞാൻ വെളുത്തുള്ളി. പിന്നെ ഫ്രണ്ട്സ് അത് 1 ഗ്ലാസ് കടലപ്പരിപ്പ് ഉണ്ട്. ഞാനത് പറഞ്ഞില്ല. 1 ഗ്ലാസ് കടലപ്പരിപ്പിക്ക് നമ്മുടെ മസാല ചന ദാൽ ഉണ്ടാക്കുന്ന പോലെ. സോ ഇതിപ്പോ ഇഞ്ചി നന്നാക്കിയിട്ട് ഇരിക്കാണ് ഞാൻ. കുറച്ച് വെളുത്തുള്ളി ഞാൻ നന്നാക്കിയിട്ട് എടുത്തു. ഇഞ്ചി പെട്ടെന്ന് ആവും നമുക്ക് നന്നാക്കിയിട്ട്. സോ ഇത് ഇഞ്ചി ക്ലീൻ ചെയ്തു ഞാൻ. നോക്കൂ എത്ര ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. സോ ഇവിടെ ഫസ്റ്റ് വിസൽ അടിച്ചു. അങ്ങനെ ഞാൻ 2-3 വിസൽ അടിച്ചിട്ട് എടുക്കാം.
ഇവിടെ ഞാൻ കുറച്ച് സബോള അങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കി ഫ്രണ്ട്സ്. ഇപ്പൊ നമുക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു തക്കാളി മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം കുറച്ചില്ലോന ഒരു ഗ്ലാസ് മാത്രം ഞാൻ ഉണ്ടാക്കുന്ന പോണ്. അതൊക്കെ മതിയാവും ഇത്തിരി. ഇത് കൂടി നമുക്ക് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് എടുക്കാം. നല്ല ജ്യൂസി ആയിട്ട് തക്കാളി ഉണ്ട് നമ്മുടെ. ഇവിടെ സൈഡിൽ വെക്കാം. ഇപ്പൊ തക്കാളി കട്ട് ചെയ്തു ഞാൻ. ഇപ്പൊ ഇത് നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഉണ്ടേനാ വെളുത്തുള്ളി, ഇത് നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് ഞാൻ 3 വിസൽ അടിച്ചു. സോ ഇപ്പൊ ഗ്യാസ് ഓഫ് ആക്കി ഞാൻ. ഇപ്പൊ ഇത് കുറച്ച് നമ്മുടെ പ്രഷർ കുക്കർ ഉണ്ടേനാ അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് കൂൾ ആവണം. പിന്നെ നമുക്ക് തടക്ക കൊടുക്കാം നമ്മുടെ മസാല ചന ദാൽക്ക് വേണ്ടിട്ടാ. സോ ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുക്കണം. ഫ്രണ്ട്സ് ഇവിടെ ഞാൻ നോക്കൂ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് കൂടി നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇത് കൂടി നമുക്ക് കുറച്ച് ജീരകം ഉണ്ടേനാ അത് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെറുതെ തടക്കാലേക്ക് ഇടാം. പക്ഷെ നമുക്ക് മീൻസ് ഇവിടെ ഇത്ര ടേസ്റ്റ് ഇഷ്ടമില്ല അങ്ങനെ കടിക്കുമ്പോൾ വരുമ്പോൾ. സോ അത് വേണ്ടിട്ട് ഞാനിത് കുറച്ച് പൊടിച്ചിട്ട് ഇടാം. സോ ഇപ്പൊ ഇത് രണ്ടും കൂടി ഞാൻ നൈസായിട്ട് ചതച്ചെടുക്കാം. കുറച്ച് കത്തിനെ മിഡലിലാക്കാം. പിന്നെ ചതച്ചെടുക്കാം. നൈസായിട്ട് പൊടിച്ചിട്ട് എടുക്കാം ഞാൻ. സോ ഇത് നോക്കൂ ഫ്രണ്ട്സ്, ഇത് പൊടിയൊക്കെ ആയിണ്ട് നമ്മുടെ ജീരകം പിന്നെ കുരുമുളക്. ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ഇഞ്ചി എടുത്ത് ചതച്ചെടുക്കാം. സോ ഇഞ്ചി കുറച്ച് ചതച്ചിട്ട് ആയിണ്ട്. ഇപ്പോ ഇതിൽ നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇത് കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഫ്രണ്ട്സ് ഇപ്പൊ ഇത് വെളുത്തുള്ളി കൂടി ഞാൻ നൈസായിട്ട് ചതച്ചെടുത്തു. ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ഇത് പച്ചമുളക് ഉണ്ടെന്നാ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. പക്ഷെ ഞാൻ ചതച്ച് ഇടുന്നേ ഫ്രണ്ട്സ്. സോ അങ്ങനെ കുറച്ച് അത് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇതിൽ ഇടാം. സോ അത് ഈസി ആവും നമുക്ക് കുറച്ച് ചതിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ചതച്ചെടുക്കണം. നല്ല എരിവൊക്കെ മനം വരുന്നുണ്ട് ഫ്രണ്ട്സ്. സോ ഇപ്പൊ ഫ്രണ്ട്സ് ഞാൻ നൈസായിട്ട് ചതച്ചെടുത്തു. ഇവിടെ കുറച്ചൊക്കെ ആയിണ്ട്, അത് നമുക്ക് കുറച്ച് അങ്ങനെ കത്തിനെ എടുക്കാം. നോക്കൂ നൈസായിട്ട് പേസ്റ്റ് ഒക്കെ ആയിണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാർ യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടി ടേസ്റ്റ് വരും. സോ അത് വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചതച്ചെടുത്തു. ഇവിടെ മാറ്റി വെക്കാം. ഇപ്പൊ നമുക്ക് തടക്ക കൊടുക്കാം. നമ്മുടെ പ്രഷർ കുക്കർ കുറച്ച് കൂളായിണ്ട്. ഇപ്പോ അത് സൗണ്ടിക്ക് പോയി നമ്മുടെ കുക്കറുടെ. സോ നമുക്ക് തുറക്ക നോക്കാം. പിന്നെ സോ ഇതിന്റെ പ്രഷറിക്ക് പോയിണ്ട്, നമുക്ക് തുറക്ക നോക്കാം. സോ നോക്കൂ ഫ്രണ്ട്സ്, ഇത് കുക്കൊക്കെ ആയിണ്ട്. അത് കാണിച്ചു തരാം ഞാൻ. ചൂടുണ്ടേ, നല്ല ചൂടുണ്ടേ. ഇത് നോക്കൂ സ്മാഷ് ആയിണ്ട്, അത് ആയിണ്ട് ഫ്രണ്ട്സ്. നോക്കൂ നൈസായിട്ട് കുക്കായിണ്ട്. സോ ഇത് ദാല് നമ്മുടെ കുക്കായിണ്ട്. കുറച്ച് അങ്ങനെ അലക്കി കൊടുക്കാം. കുറച്ച് അത് കയ്യിൽ തന്നെ നമുക്ക് കുറച്ച് അങ്ങനെ സ്മാഷ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നോക്കൂ ഇത്തിരി നമ്മുടെ ഗ്രേവി
ശരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂടുതൽ കുറഞ്ഞിട്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇത്തിരി വെക്കും. പിന്നെ നോക്കാം, ആവശ്യം വരുമ്പോൾ മാത്രം ഞാൻ ഇതിൽ വെള്ളം ഇടും, അല്ലെങ്കിൽ ഇത്തിരി ചാറ് നമുക്ക് മതി. സോ നോക്കൂ, ഇത് കുറച്ച് ഞാൻ ഇളക്കി കൊടുത്തു. സോ നൈസ് ഗ്രേവി ആയിട്ടായിട്ട് ഇപ്പൊ നമുക്ക് ഇതിലേക്ക് തടുക്ക കൊടുക്കാം. സോ ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ചട്ടി വെച്ചു, ഗ്യാസ് കത്തിക്കാം നമുക്ക്. പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് നമ്മുടെ സാധാ ഓയിൽ തന്നെ ഉണ്ട് ഫ്രണ്ട്സ്, കുറച്ച് ഇടാം, കുറച്ച് മതി. പിന്നെ ഇപ്പൊ ഇത് ചൂടാവണം ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മുടെ കൂടുതൽ സർസോക്ക തേൽ, മസ്റ്റേർഡ് ഓയിൽ ഉണ്ടേനോ ഫ്രണ്ട്സ്, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും കുക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനത്തെ മസാല കറിക്ക് അത് സർസോക്ക തേൽ നല്ല ടേസ്റ്റ് ആവും, അതിന് വരും. പക്ഷെ ഇവിടെ ഇത്ര ഇഷ്ടമില്ല, കേരളത്തിലേക്ക് കൂടുതൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാനാണ്. അത് വേണ്ടിട്ട് ഞാൻ സാധാ നമ്മുടെ റിഫൈൻഡ് ഓയിൽ ഉണ്ടേനാ അതൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇത് എണ്ണ നമ്മുടെ ചൂടായിണ്ട്. ഇതിൽ ഇപ്പൊ നമുക്ക് ഇത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മസാല, അതൊക്കെ നമുക്ക് ഇടണം. ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകത്തിന്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇടണം. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല, സോ ഞാൻ ചതച്ചെടുത്തു. പിന്നെ കുറച്ച് അങ്ങനെ അലക്കണം, കുറച്ച് 1 മിനിറ്റ് മതി. അത് കുറച്ച് പച്ച ടേസ്റ്റ് പോവാൻ വേണ്ടിട്ടാ മതി. ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് സബോള ഉണ്ടേന നൈസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അതൊക്കെ ഇടണം. പിന്നെ കരിവേപ്പില കൂടി ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിൽ ഇടാം. പിന്നെ കായം പൊടി ഉണ്ടേന, നമ്മുടെ കായം മസ്റ്റ് ഉണ്ട്. നമ്മുടെ പരിപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ കടല, അല്ലെങ്കിൽ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്കത് വേണം. കുറച്ച് ഒരു പിഞ്ച് മാത്രം മതി, പക്ഷെ വേണം നമുക്ക്. അത് കുറച്ച് നമ്മുടെ വയറൊക്കെ സുഖമാവും ഫ്രണ്ട്സ് കായം ഇടുമ്പോൾ. സോ അത് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നത്. സോ ഇപ്പതാ നൈസായിട്ട് നമുക്ക് കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ആവും നേരെ സബോല ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ. അത് ഫ്ലെയിം നിങ്ങൾ നോക്കണം ഫ്രണ്ട്സ്, ചിലപ്പോൾ കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആക്കാം. സോ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഞാൻ ഇത് സബോല ഫ്രൈ ചെയ്യും. സോ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് സബോല നൈസായിട്ട് ബ്രൗൺ മീൻസ് ഫ്രൈ ചെയ്തു ഞാൻ. കുറച്ച് സ്ലൈഡ് ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് തക്കാളി ഇടണം, കുറച്ച് ഇളക്കി കൊടുക്കാം. പിന്നെ ഇപ്പൊ ഇതിൽ നമുക്ക് മസാല ഇടണം, പൊടി മസാല. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ നമ്മുടെ മുളകുപൊടി ഉണ്ട്, അത് എടുത്തു. 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അത് ഫുള്ള് നമുക്ക് ഇടണം, ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് നമുക്ക് ഉപ്പ് ഇടാം കുറച്ച്. അത് നമ്മുടെ തക്കാളി വേഗം സോഫ്റ്റ് ആവും, ഒരു പിഞ്ച് മതി. സോ വേഗം സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് എടുത്തു. ഞാൻ കടലപ്പരിപ്പിലേക്ക് കുക്ക് ചെയ്യാൻ സമയം വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ്. സോ അത് നിങ്ങൾ നോക്കണം ഫ്രണ്ട്സ്. സോ ഇപ്പൊ കുറച്ച് ഇത് അടിച്ചു വെക്കുമ്പോൾ ഇത് വേഗം നമ്മുടെ തക്കാളി സോഫ്റ്റ് ആവും, കുക്കാവും. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അത് നമുക്ക് കുറച്ച് 10 മിനിറ്റ് അത് കുറച്ച് നൈസായിട്ട് നമ്മുടെ മസാല കുക്ക് ചെയ്യണം. പിന്നെ ഇളക്കി കൊടുക്കണം, പിന്നെ അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. പക്ഷെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. സോ നമ്മുടെ മസാല ശരിയാവുന്നില്ല. സോ നമുക്ക് ഇപ്പോ ഫ്രൈ ചെയ്യണം മസാല 10 മിനിറ്റ്. സോ നമുക്ക് തുറക്ക നോക്കാം. 2 മിനിറ്റ് ആയിണ്ട്. സോ നമ്മുടെ അത് തക്കാളി കുറച്ച് സോഫ്റ്റ് ആയിണ്ടാവും. നോക്കൂ, നല്ല മണംക്ക് പക്ഷെ വരുന്നുണ്ട് ഫ്രണ്ട്സ് അത് തുറക്കുമ്പോ. പിന്നെ കുറച്ച് അങ്ങനെ സ്മാഷ് ചെയ്യണം, തക്കാളി സോഫ്റ്റ് ആയിണ്ടേനാ. അപ്പൊ നമുക്ക് അങ്ങനെ സ്മാഷ് ചെയ്തിട്ട് കുറച്ച് കൊടുക്കണം. പിന്നെ കുക്കൊക്കെ ആയിണ്ട് മസാല, പക്ഷെ പിന്നെ നമുക്ക് കുറച്ച് അത് 5-10 മിനിറ്റ് വെക്കാം. സോ അത് നൈസായിട്ട് കുക്കാവും. സോ നമുക്ക് അത് വേറെ ടേസ്റ്റ് കിട്ടും. നമ്മുടെ മസാല ശരിക്കായിട്ട് കുക്കാവുമ്പോൾ അടിച്ചു വെക്കാം.
സോ ഫ്രണ്ട്സ് ഞാനിപ്പോ അങ്ങനെ പരിപ്പ് വേറെ കുക്ക് ചെയ്തു. പിന്നെ നമ്മുടെ തടക്ക അങ്ങനെ വേറെ ഞാൻ കുടിക്കുന്നുണ്ടേനാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ചില പെട്ടെന്ന് നമുക്ക് മസാല ചന ദാൽ ഉണ്ടാക്കാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫസ്റ്റ് നമുക്ക് തടക്ക കൊടുക്കാം, പ്രഷർ കുക്കറിലേക്ക് വെച്ചിട്ട് തടക്ക കൊടുക്കാം. പിന്നെ അത് നമുക്ക് പരിപ്പുണ്ടേനാ, പരിപ്പ് അത് നേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമ്മുടെ തടക്ക മീൻസ് തക്കാളി സബോല അതൊക്കെ മസാല കുക്കാവും നേരെ നമുക്ക് അത് കുറച്ച് കടലപ്പരിപ്പുണ്ടെങ്കിൽ അത് വാഷ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് വെക്കാം. സോ അത് കുറച്ച് അത് നേരെ സോഫ്റ്റ് ആവും. സോ അത് പിന്നെ പ്രഷർ കുക്കറിൽ ഇത് മസാല കുക്കാവുമ്പോൾ അത് കടലപ്പരിപ്പ് എടുത്ത് വെള്ളം എടുത്ത് കുറച്ച് 4-5 വിസൽ അടിക്കാം. പക്ഷെ വെള്ളം ഇടുമ്പോൾ നിങ്ങളുടെ ചൂട് വെള്ളം ഇടണം, അല്ലെങ്കിൽ നിങ്ങളുടെ സാധാ വെള്ളം ഇടുമ്പോൾ അത് കുറച്ച് നമ്മൾ ശരിയായിട്ട് മസാല ആവുന്നില്ല, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണും. സോ ചൂട് വെള്ളം എടുത്ത് വിസൽ അടിക്കണം. സോ ഇത് 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 അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കാം. സോ ഇപ്പോ 10-15 മിനിറ്റ് ആയിണ്ട് ഫ്രണ്ട്സ്. നോക്കൂ നമ്മുടെ മസാല നൈസായിട്ട് എണ്ണയ്ക്ക് വിട്ടു പോയി മസാലനെ. പിന്നെ മസാല നല്ല കുക്കായിട്ട് നല്ല മണംക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇപ്പൊ ഇത് നമുക്ക് മസാല ഇവിടെ നമ്മുടെ കടലപ്പരിപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന അതിലേക്ക് ഇടണം. കുറച്ച് അത് കടലപ്പരിപ്പ് ഉണ്ടേനാ അത് കുറച്ച് ഇട്ട് അങ്ങനെ ഇടണം. ഫുൾ മസാല ഇവിടെ വെക്കാം. നൈസായിട്ട് അലക്കി കൊടുക്കാം. പിന്നെ അത് കുറച്ച് നമുക്ക് 4-5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇത് മസാല കൂടി നമ്മുടെ കടലപ്പരിപ്പ് കുറച്ച് അലക്കി കൊടുത്തു ഞാൻ നൈസായിട്ട്. അടച്ചു വെക്കാം. കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യണം നമുക്ക്. സോ ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, കുറച്ച് 5 മിനിറ്റ് ആയിണ്ട്. നല്ല ടേസ്റ്റി നമ്മുടെ ചനദാൽ മസാല ഗ്രേവിക്ക് റെഡി ആയിണ്ട്. ഇതിലിപ്പോ ഞാൻ കുറച്ച് കാച്ചൽ കൂടുതൽ കുറച്ച് എണ്ണ കാച്ചൽ ചെയ്യാം. കുറച്ച് ചെറിയുള്ളി കാച്ചൽ ചെയ്യണം, പക്ഷെ ഞാൻ കുറച്ച് സബോല ചെറിയ കഷ്ണമാക്കി അതൊക്കെ നമുക്ക് ഇടണം. കാച്ചൽ ചെയ്തിട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് എണ്ണ കുറച്ചിനും മതി ഫ്രണ്ട്സ്, മതി. ഇതിപ്പോ കുറച്ച് ചൂടാവണം. ലാസ്റ്റിൽ വെക്കാം. കുറച്ച് ഞാൻ 2 ഉണക്കമുളക് എടുത്തു. കുറച്ച് നമുക്ക് ഇത് മുളക് എടുക്കാം. പൊടി മുളക്. അപ്പൊ ഇതിൽ നമുക്ക് ഉണക്കമുളക് ഇടാം. ഇതിന് പകുതി നമുക്ക് കുറച്ച് സബോല ഇടാം. ഇതില് കുറച്ച് മതി, ഇത്ര മതി. അത് സബോല നൈസായിട്ട് ഇപ്പൊ ബ്രൗൺ ചെയ്യണം. കുറച്ച് നമുക്ക് ഉള്ളിയിലുണ്ടെങ്കിൽ ഉള്ളി കാച്ചൽ ചെയ്യാം ഫ്രണ്ട്സ്. ഉള്ളി കുറച്ച് ചെറിയ കഷ്ണമാക്കിട്ട് ഇടാം. ഞാൻ കുറച്ച് സബോല എടുത്തു. മതിന അത്രേ ആയിണ്ട് ഫ്രണ്ട്സ്. നോക്കൂ കുറച്ച് ബ്രൗൺ ഒക്കെ ആയിണ്ട്. മതി, ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഇത് നമ്മുടെ കുറച്ച് പൊടി മുളക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഇടണം. ഒരു പ്രാവശ്യം മിക്സ് ചെയ്യാം. ഇത് ഇടാം. തടക്കാം. സോ ഇതായിണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ചന ദാൽ, മസാല ചന ദാൽ. നോക്കൂ നല്ല ടേസ്റ്റി ആയിണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സ് ഞാൻ ഒരു ബോളിൽ മാറ്റി വെച്ചു. കുറച്ച് നമുക്ക് 1 സ്പൂണ്
നെയ്യ് ഇടാം ഇതില്. ചൂടിന് നെയ്യ് ഇതെടുത്ത് കുറച്ച് കഴിക്കാം. സോ കുറച്ചുകൂടി ടേസ്റ്റിക്ക് വരും ഫ്രണ്ട്സ്. നല്ല ഇഷ്ടമാവും നിങ്ങൾക്ക്. ഇത് നിങ്ങളെ ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റ് ആവും. സോ നോക്കൂ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി നമ്മുടെ മസാല ദാലൊക്കെ ആയിണ്ട്. നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. നോക്കൂ നമ്മുടെ മസാല ചന ദാൽ. എനിക്ക് ഇത് ഇഷ്ടമാണ് ഫ്രണ്ട്സ്. കുറച്ച് അങ്ങനെ നെയ്യ് എടുത്ത് ചോറ് കൂടെ കഴിക്കാൻ വേണ്ടിട്ടാ. അത് നമുക്ക് ചൂട് കഴിക്കാൻ വെക്കണം. പിന്നെ അത് കുറച്ച് നെയ്യ് എടുത്ത് നമുക്ക് കഴിക്കണം. നോക്കൂ നല്ല ടേസ്റ്റി ആയിണ്ട്. സോ ഫ്രണ്ട്സ് ഇത് നോക്കൂ, കുറച്ച് നെയ്യ്ക്ക് മെൽറ്റ് ആയിണ്ട്. നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് ഇത് നല്ല ഇഷ്ടമാണ് ഫ്രണ്ട്സ്. എനിക്ക് അങ്ങനെ മനം വന്നിട്ട് എനിക്ക് എൻ്റെ വയറിലേക്ക് വെള്ളം വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഞാൻ കുറച്ച് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിണ്ട് ഫ്രണ്ട്സ്. ശരിക്കും പറയണേ നല്ല ടേസ്റ്റി ആയിണ്ട്. നിങ്ങളുടെ ട്രൈ ചെയ്യൂ ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ നെയ്യ് കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ ലാസ്റ്റിലേക്ക് അത് ഫുൾ കുക്ക് ആവുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു സ്പൂൺ അല്ലെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന്. പിന്നെ അത് കൂടുതൽ നിങ്ങൾക്ക് ടേസ്റ്റിക്ക് വരും. ആക്ച്വലി ഇവിടെ എൻ്റെ വീട്ടില് ഇത് എനിക്ക് മീൻസ് നെയ്യ് എടുത്ത് മാത്രം ഇഷ്ടമാണ്. സജിൽ സനിൽ അമ്മായിക്ക് അവർക്ക് നെയ്യ് ഇഷ്ടമില്ല. സോ ഞാൻ എൻ്റെക്ക് മാത്രം ഞാൻ കുറച്ച് നെയ്യ് എടുത്തു അങ്ങനെ മാറ്റി വെച്ചിട്ട്. പിന്നെ അത് ചോറ് കൂടി കഴിക്കാം ഞാൻ. നല്ല ടേസ്റ്റ് ആവും ഫ്രണ്ട്സ്. ഞാൻ കുറച്ച് ഹാപ്പി ആയി. അങ്ങനെ നല്ല ഫുഡ് കഴിക്കുമ്പോൾ മീൻസ് നമ്മുടെ ഫേവറേറ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഹാപ്പി ആവണം ആ ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ഫുഡ് ഉണ്ട് ഫ്രണ്ട്സ്. എനിക്ക് അത് മനം വരുമ്പോൾ ഞാൻ പറയും ഇത് ഉണ്ടാക്കണുണ്ട്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് ഫ്രണ്ട്സ് എൻ്റെ സ്കൂൾ ടൈമിലേക്ക്. ആക്ച്വലി ഇത് എൻ്റെ ഫേവറേറ്റ് ഉണ്ടായിരുന്നു. സോ ഞാനും അങ്ങനെ നമ്മുടെ സ്കൂൾ മോർണിംഗ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മാത്രമല്ല, ഇവിടെ അങ്ങനെ 8:30 to 3:30 അങ്ങനത്തെ ആണ് ടൈമിങ്. നമ്മുടെ ഇവിടെ ഞാൻ 7:30 പോകുമ്പോൾ പിന്നെ ഞാൻ 12:30 വരുമ്പോൾ വീട്ടില്. സോ ഞാൻ അങ്ങനെ മീൻസ് ഞാൻ നമ്മുടെ സ്റ്റെപ്സ് ഉണ്ടേനാ ബിൽഡിങ്ങിന്റെ സ്റ്റെയർസിന് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുന്ന ഫ്രണ്ട്സ്. സോ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുമ്പോൾ ഞാൻ വരും ചന കദാൽ ബനാ ഹെ മീൻസ് ഇന്നെ മസാല ചന ഉണ്ടാക്കുന്നുണ്ട് അമ്മ മസാല ചന ദാൽ. സോ അങ്ങനെ ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ വരും മസാല ചന ദാൽ ബനാ ഹെ ആജ് എസെ മീൻസ് ആജ് ഇന്നെ മസാല ചന ദാൽ ഉണ്ടാക്കുന്നുണ്ട് അമ്മ. അങ്ങനെ ഞാൻ വരും. പിന്നെ അമ്മ വരും നിനക്ക് നല്ല മനംക്ക് വരും ദർവാസെ പേ സേ ആ ജാത്ത ഹൈ ഖുശ്ബു ऐसे बोल के അങ്ങനെയുണ്ട്. സോ എനിക്കിത് ഇഷ്ടമാണ് ഫ്രണ്ട്സ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യൂ, നല്ല ടേസ്റ്റി ഉണ്ട് ഇത്. സോ ഇന്ന് ഞാൻ നിങ്ങൾ കൂടി മസാല ചന ദാൽ റെസിപ്പി ഷെയർ ചെയ്തു. നല്ല ടേസ്റ്റി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാം. അങ്ങനെ മീൻസ് കടലപ്പരിപ്പ് വെള്ളത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചന ദാൽ അങ്ങനെ പ്രഷർ കുക്കറിൽ കുറച്ച് എടുത്ത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ എങ്ങനെ വേറെ തടുക്ക കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ലേ അത് മാത്രി. സോ ഇതായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഞാൻ മസാല ചന ദാൽ ഉണ്ടാക്കി. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ. ടാറ്റ. डांसिंग मोड. टाटा बोल दो अम्मा, आप दिखते ना. टाटा बोल दो. टाटा.